സംസ്ഥാനത്തെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടാകുന്ന അപകടങ്ങൾ അത് വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന അഭിമാന പദ്ധതിയായി ദേശീയപാതാ നിർമ്മാണത്തിൽ നാണക്കേടുണ്ടാക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് പോലും ഉണ്ടായത്. മലപ്പുറം കൂരിയാട് മാത്രമല്ല, മാമിലിപ്പടി, തലപ്പാറ, കാസർഗോഡ് മാവുങ്കൽ, തൃശൂർ ചാവക്കാട്, മണത്തല, കണ്ണൂർ കുപ്പം തുടങ്ങി പലയിടങ്ങളിലും അപകടമുണ്ടാകുന്നു. ഈ വിള്ളൽ രൂപപ്പെടുന്നു. അതുപോലെ മണ്ണിടിഞ്ഞു വീഴുന്നത് തുടർച്ചയാവുന്നു. തുറന്നുകൊടുക്കാൻ 11 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നത് എന്ന കാര്യം പ്രേക്ഷകർക്കറിയാം. അത്യാധുനിക നിലവാരത്തോടുകൂടി പണിയുന്ന റോഡ് ഇങ്ങനെ ഇടിഞ്ഞു വീഴുന്നതിന് കാരണം എന്താണ്? ദേശീയപാത നിർമ്മിച്ചത് മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെയാണ്, ജനങ്ങൾ അടക്കം ഉയർത്തിയ പരാതികൾ കേൾക്കാതെയാണ് എന്നുള്ള ആക്ഷേപം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. റോഡ് നിർമ്മിച്ചിരിക്കുന്നത് വയലിൽ മണ്ണിട്ട് ഉയർത്തിയാണ്. മഴക്കാലമായതിനാൽ വയലിൽ വെള്ളം നിറഞ്ഞ് സർവീസ് റോഡിലേക്ക് വെള്ളം എത്തുന്ന സാഹചര്യം. വയലിലെ വെള്ളം ഒഴുകിപ്പോകാൻ മതിയായ സംവിധാനങ്ങളില്ലാതെ ഇത് നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ള ആക്ഷേപം ഇതൊക്കെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് നമ്മൾ അതിശക്തമായി ഉയർന്നു കേൾക്കുന്നതാണ്. പലപ്പോഴും റോഡിൻ്റെ നിർമ്മാണ സമയത്ത് പ്രദേശവാസികൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതുമാണ്. പക്ഷേ യാതൊരു തരത്തിലുള്ള അനുകൂല സമീപനവും ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളതൊക്കെയാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. തുടർച്ചയായി ഇങ്ങനെ അപകടമുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടന്നിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരെ തടയുന്നതടക്കമുള്ള കടുത്ത നിലപാടുകളിലേക്ക് ചിലയിടത്ത് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടു. നിർമ്മാണത്തിന് മുമ്പ് ഫൗണ്ടേഷൻ പഠനങ്ങളോ മണ്ണിൻ്റെ ശേഷി പരിശോധനയോ നടത്തിയില്ല എന്നുള്ള ആരോപണമാണ് പ്രധാനമായി ഉയർന്നു കേൾക്കുന്ന ആരോപണങ്ങളിൽ ഒന്ന്. ഇത് ചൂണ്ടിക്കാട്ടി പലപ്പോഴായി പഞ്ചായത്തും പ്രദേശവാസികളുമൊക്കെ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിരുന്നു. പക്ഷേ പലയിടത്തും ഒരു പരിശോധന നടത്താൻ പോലും ബന്ധപ്പെട്ടവർ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാന ആക്ഷേപം. മാസങ്ങൾക്ക് മുമ്പ് നിർമ്മാണത്തിനെത്തിച്ച കോൺക്രീറ്റ് കട്ടകൾക്ക് വിള്ളലുണ്ടായി. കഴിഞ്ഞ മഴക്കാലത്ത് സർവീസ് റോഡ് ചെറിയ രീതിയിൽ താഴ്ന്നു എന്നുള്ള കാര്യമൊക്കെ ഈ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് നാട്ടുകാർ കൊണ്ടുവന്നതാണ്. പിന്നീട് ഇങ്ങനെ അപകടമുണ്ടാകുമ്പോൾ ആ പ്രതിഷേധം ഉയരുന്നത്, നാട്ടുകാർ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുന്നത് സ്വാഭാവികവുമാണ്. ഒരു മഴക്കാലം കൂടി ഇനി വരാൻ പോവുകയാണ്. ഇത് ആശങ്ക കൂട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ തലനാരിഴയ്ക്കാണ് വലിയൊരു അപകടം ഒഴിവായത് എന്നുള്ള കാര്യം പ്രേക്ഷകർക്കറിയാം. വയൽ നികത്തി പാത നിർമ്മിച്ചത് കാരണം വെള്ളക്കെട്ട് രൂക്ഷമാണ് എന്ന് ജനപ്രതിനിധികളടക്കം പറയുന്നു. കടലുണ്ടിപ്പുഴയിലെ വെള്ളം പാതയ്ക്ക് കുറുകെ ഒഴുകി കൂരിയാട് തോട്ടിലൂടെ വീണ്ടും പുഴയിലെത്താൻ ഉതകുന്ന തരത്തിലല്ല കലുങ്കുകളുടെ നിർമ്മാണം എന്നുള്ളതാണ് കർഷകർ ഇപ്പോൾ ഉയർത്തുന്ന ഒരു പരാതി. കഴിഞ്ഞ മഴക്കാലത്തുണ്ടായ സംഭവങ്ങൾ ഇത് ശരിവെക്കുന്നതുമാണ്. ഒട്ടേറെ കർഷകരുടെ കൃഷി നശിച്ചു, വീടുകളിൽ വെള്ളം കയറി, പാടശേഖരങ്ങളിലെ പ്രധാന നീർച്ചാലുകൾ അടഞ്ഞുപോയി. ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചിട്ടുള്ള കലുങ്ക് അശാസ്ത്രീയമാണ് എന്നുള്ള കാര്യമൊക്കെ നാട്ടുകാർ ചൂണ്ടിക്കാട്ടുകയാണ്. കൃത്യമായ ഡ്രൈനേജ് സംവിധാനം ഇല്ലാത്തത് മൂലം ചെറിയ മഴ പെയ്താൽ തന്നെ വീടുകളിലേക്ക് വെള്ളം കയറുകയും ചെളിയടിക്കുകയും ചെയ്യുന്നു. കണ്ണൂർ കുപ്പത്തൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നാട്ടുകാർ ഉയർത്തിയത് നമ്മൾ കേട്ടു. ഈ ഇടിഞ്ഞു വീണ മണ്ണും കല്ലുമൊക്കെ ഒഴുകി വീടുകളിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. മഴ ശക്തമാകുന്നതിന് മുമ്പ് എന്ത് നടപടിയാണോ സ്വീകരിക്കേണ്ടത് ആ നടപടി സ്വീകരിച്ച് അവരുടെ ആശങ്ക അകറ്റണം, സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ശാസ്ത്രീയ പഠനങ്ങൾ നടത്തി ഭൂമിയുടെ ഘടന എങ്ങനെയാണ്, ജലനിരപ്പ് ഏതു തരത്തിലാണ് ഇതിനെ ബാധിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ വിശദമായ പഠനം വേണം എന്നുള്ള ആവശ്യം ഉയർന്നു കേൾക്കുകയാണ്. നിർമ്മാണത്തിൽ അശാസ്ത്രീയമായി ഒന്നുമില്ല എന്നാണ് ദേശീയപാത 66 പ്രൊജക്ട് ഡയറക്ടറുടെ പ്രതികരണം. മഴ കാരണം അടിത്തറയിലുണ്ടായ സമ്മർദ്ദമാണ് ഈ മണ്ണ് ഇളകാൻ കാരണം എന്നുള്ള വിശദീകരണമൊക്കെ ദേശീയപാത അതോറിറ്റി നൽകുന്നുണ്ട്. ദേശീയപാത തകർന്ന മലപ്പുറം കൂരിയാട് ഭാഗത്ത് നാഷണൽ ഹൈവേ അതോറിറ്റി ഇന്ന് പരിശോധന നടത്തിയിരുന്നു. ഇവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് തരത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കണം അക്കാര്യം ആലോചിക്കും എന്നാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അല്പസമയം മുമ്പ് പ്രതികരിച്ചത്.